ഹായ് ഹലോ എല്ലാവർക്കും കൃഷിലോകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കസ്തൂരി മഞ്ഞൾ നടുന്നതാണ് കാണിക്കുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് കസ്തൂരി മഞ്ഞൾ എങ്ങനെയാണ് നടുന്നത്, എപ്പോഴാണ് നടുന്നതെന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. സൗന്ദര്യ സംരക്ഷണത്തിനും ഔഷധ ആവശ്യങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ കസ്തൂരി മഞ്ഞൾ. അപ്പം നമ്മുടെ വീട്ടുമുറ്റത്തോ പറമ്പിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ഒക്കെ വളരെ എളുപ്പത്തിൽ ഇത് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇഞ്ചിയും മഞ്ഞളും ഒക്കെ നടുന്ന രീതി തന്നെയാണ് കസ്തൂരി മഞ്ഞൾ നടാനായിട്ടും നമ്മളൊക്കെ ഇവിടെ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഏത് സമയത്തും നടാം, പക്ഷേ മഴയില്ലാത്ത സമയത്ത് നടുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ നനച്ചു കൊടുക്കണം, അതുപോലെ തന്നെ പുതയിടണം. അതാണ് നമ്മൾ ഇന്നിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്നുകൂടി സെലക്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നമ്മളിവിടെ മണ്ണ് ഒരുക്കി വിത്ത് നടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ആദ്യം ചെയ്യേണ്ടത് നല്ല മണ്ണിളക്കം വരുത്താനായിട്ട് നിലം കൊത്തി ഒരുക്കി അതിനുശേഷം തെണ്ട് രൂപത്തിൽ മണ്ണ് മാടിപ്പൊക്കിയതിന് ശേഷം ഇതേപോലെ കുഴികൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കസ്തൂരി മഞ്ഞൾ നടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നടാനുള്ള വിത്ത് നമ്മുടെ അടുത്ത് ലഭ്യമാണ്. ജൈവ രീതിയിൽ കൃഷി ചെയ്തിട്ടുള്ള കസ്തൂരി മഞ്ഞൾ, നാടൻ ഇഞ്ചി എന്നിവയുടെ വിത്തുകൾ ഇപ്പോൾ ലഭ്യമാണ്. കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ വർഷം മുഴുവനും അവൈലബിൾ ആയിരിക്കും, പക്ഷേ വിത്ത് ഈ ഒരു സമയത്ത് സീസണിലും ആയിരിക്കും അവൈലബിൾ ആകുക. നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നമ്മൾ നടാനുള്ള കസ്തൂരി മഞ്ഞളാകട്ടെ ഇഞ്ചി ആകട്ടെ ഈ ഒരു സമയത്ത് നമുക്ക് കുഴികളിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഉണക്ക ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ഈ ഒരു കുഴിയിലേക്ക് നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മുളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇപ്പോൾ പച്ച ചാണകം വിത്തിന് മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ വിത്ത് മുളയ്ക്കില്ല, അത് നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പച്ച ചാണകത്തിന് നല്ല ചൂട് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്. അപ്പം ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത് മുളച്ചതിന് ശേഷം വളമിട്ട് കൊടുക്കാമെന്നാണ് കരുതുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ വളമിടുന്നത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ പഴയ വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ മുളച്ചതിന് ശേഷം തീർച്ചയായും നമ്മൾ വളം ഇടുന്നതാണ്. അപ്പോൾ വളം ഇടുന്നതിൻ്റെ വീഡിയോ വേണമെന്നുള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. വിത്ത് വെച്ചതിന് ശേഷം അത് മൂടത്തക്ക രീതിയിൽ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കരിയില കൊണ്ട് പുതയിടുകയാണ് ചെയ്യേണ്ട കാര്യം. പുതയിടുന്നതിൻ്റെ ഗുണങ്ങൾ പലതാണ് കേട്ടോ. ഈർപ്പം നിലനിർത്താനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ മണ്ണ് തറഞ്ഞു പോകാതിരിക്കും, കളകളുടെ വളർച്ചയും കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇത് നമ്മൾ അതിന് മുന്നേ നട്ടതാണ്. അപ്പോൾ ഇതിന് നമ്മൾ പുതയിട്ടിരിക്കുന്നത് കരിയിലയും അതേപോലെ തന്നെ ഓലയുമാണ്. കവുങ്ങിൻ്റെ ഓലയും ഒക്കെ നമുക്ക് പുതയിടാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ വളം ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ 3 പ്രാവശ്യമാണ് വളം ചെയ്യേണ്ടത്. അപ്പോൾ വളം ഇട്ടതിന് ശേഷം മണ്ണ് കൂട്ടിക്കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഹായ് എന്നെങ്കിലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.